ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറുപയർ പായസം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റാണ് കേട്ടോ. ആദ്യത്തെ അറ്റംപ്റ്റ് അത്യാവശ്യം സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അറ്റംപ്റ്റും വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ പാൻ എടുത്തിട്ട് അത്യാവശ്യത്തിന് വലിപ്പമുണ്ട് കേട്ടോ ഇത്. അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ഈ ചെറുപയർ പരിപ്പൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുകയാണ് കേട്ടോ. ചിലർ നോർമലായിട്ട് പാനിലിട്ട് വറുത്തെടുക്കുന്നവരുണ്ട്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ച് നെയ്യും തെന്നും സന്ദീപിനും ഒക്കെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നെയ്യ് ഇരുന്നാൽ അത്ര നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജിലാണ് ഞാൻ ഈ ശർക്കര, അതായത് വെല്ലം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ഉറുമ്പ് ഓൾറെഡി പുറത്ത് വെച്ചപ്പം വന്നതിന് ശേഷം ഞാൻ നേരെ അത് ഫ്രിഡ്ജിലോട്ട് കയറ്റിയായിരുന്നു കേട്ടോ. ഇത് വെള്ള ശർക്കരയാണ്. ചിലരുടെ നാട്ടിൽ എല്ലാവിടെയും ഉണ്ട് കേട്ടോ, ചിലരുടെ നാട്ടിലല്ല. ബ്രൗൺ ശർക്കരയുണ്ടാവും. ഈ ഇതിനൊരു കളർ ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തത്. കുറച്ച് വെള്ളം കൂടിപ്പോയേ. വെള്ളം ആവശ്യത്തിന് മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുക്കറിൽ ഞാനപ്പോൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ പരിപ്പിടാണ് കേട്ടോ. അത്യാവശ്യം നെയ്യ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിട്ടൊന്ന് ജസ്റ്റ് ഞാൻ 2 വിസിലാണ് വെച്ചത് കേട്ടോ. 2 അല്ല 3 വിസിലാണ് ഞാൻ വെച്ചത്. കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ, ആവശ്യത്തിന് മാത്രമേ വെന്ത് വന്നുള്ളൂ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളം ആയത് കാരണം തന്നെ ഒരു കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയില്ലാത്ത പോലെ ആയി കേട്ടോ. പിന്നെ തേങ്ങ വേണമായിരുന്നു. തേങ്ങ നമുക്ക് 1-ാം പാലും 2-ാം പാലും ആണ് പിഴിഞ്ഞ് വെക്കേണ്ടത്. അപ്പം അതിന് വേണ്ടി തേങ്ങ സന്ദീപ് എനിക്ക് പൊട്ടിച്ച് തരികയാണ് കേട്ടോ. തേങ്ങ പൊട്ടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുന്ന ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പം ഞാനൊരു വീഡിയോയിൽ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ജസ്റ്റ് കല്ലിലടിക്കുന്ന പീസാണിത്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. എനിക്കും ഇതുപോലെ പണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് എളുപ്പമാണെങ്കിൽ അത് ഉപകാരപ്പെട്ടോട്ടെ. ഞാനത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആ ഒരു അറ്റംപ്റ്റ് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതിനുശേഷം ഈ നമ്മുടെ ചെറുപയർ വെള്ളമൊക്കെ വറ്റി, പക്ഷേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രമേ വെന്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ഈ ഒരുപാട് ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമല്ല. കടിക്കാൻ ചെറുപയർ പരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ് കൂടുതലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ പിന്നെ ഒരു തുള്ളി നെയ്യൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ തിളപ്പിക്കാൻ വെച്ചു. അതിനുശേഷം ചിരകിയ തേങ്ങ 2-ാമത്തെ പാലും 1-ാമത്തെ പാലും പിഴിഞ്ഞെടുക്കണമായിരുന്നു കേട്ടോ. അതിന് കഴിഞ്ഞ് ഞാൻ ഈ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ചേർക്കുന്ന സാധനമാണ് ഈ ശർക്കര ഉരുക്കിയ വെള്ളം. ജസ്റ്റ് ഒന്ന് മധുരം പിടിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മധുരം കുറവായിരുന്നു. അത്ര ശർക്കര വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഏലക്കയും പഞ്ചസാരപ്പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ എടുക്കണമായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് നെയ്യിലിട്ട് വാട്ടിയെടുത്തു. തേങ്ങാക്കൊത്തിട്ടാൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം തേങ്ങ ഉള്ളവർ ഈ തേങ്ങ ഒരു കുഞ്ഞ് നമ്മൾ ബീഫിലും അതിനൊക്കെ ഇടുന്നല്ലോ, അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം തേങ്ങാക്കൊത്തിട്ടത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതും കൂടി നെയ്യിലൊന്ന് ഇട്ട് വാട്ടിയെടുത്തു. ഈ മുന്തിരിയൊക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഈ ഉണങ്ങിയ മുന്തിരി ഇതിനകത്തോട്ട് ഇട്ടുമ്പോൾ അത് വീർത്ത് വരുന്നൊരു സംഭവം. നല്ല രസം അത് കാണാൻ. അപ്പോൾ ഈ തേങ്ങയൊക്കെ സന്ദീപാണ് എനിക്ക് അരിഞ്ഞു തന്നത്. എൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്തു തരും കേട്ടോ. അവന് ബിസിയാണ്, വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് നിൽക്കത്തില്ല. പക്ഷെ അല്ലെങ്കിൽ എൻ്റെ പുറകെ നടന്ന് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ചോദിച്ച് നടക്കും. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അവനെ കെട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയാണ്. അങ്ങനെ അപ്പം ഞാനത് ചുമ്മാ അതിൻ്റെ കൂടെ പറഞ്ഞതെന്ന് മാത്രം. അതിനുശേഷം ഞാൻ 2-ാമത്തെ പാലാണ് ആദ്യം ചേർക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, പക്ഷെ തിളച്ച് വരുമ്പം അവസാനം അത്യാവശ്യം നോർമൽ കൺസിസ്റ്റൻസി നല്ല കട്ടിയിൽ തന്നെയാണ് വന്നത്. പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞ് കുറച്ച് ആറാൻ വെക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയാവും. അതിനുശേഷം തിളച്ച് 1-ാം പാലും കൂടെ ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തിളപ്പിക്കത്തില്ല കേട്ടോ. ജസ്റ്റ് ചൂടായാൽ മാത്രം മതിയല്ലോ. നെയ്യിലിട്ട സാധനവും കൂടി ഇട്ടപ്പം നമ്മളുടെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ചെറുപയർ പായസം നല്ല സെറ്റായിട്ടോ. സാധാരണ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുമല്ലോ, അത് അന്നത്തെ ദിവസം തന്നെ തീർന്നു. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് കഴിച്ച് അന്നത്തെ ദിവസം തന്നെ തീർന്നു. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഞാൻ ആദ്യമായിട്ടല്ല 2-ാമതാണ് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെക്കാട്ടിലും ടേസ്റ്റ് എനിക്ക് 2-ാമത്തെ വട്ടം ചെയ്തപ്പോൾ തോന്നി. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റ, ബൈ.